നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മാള തൻകുളം ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു. കിഴക്കേ നടയിലെ ഭണ്ഡാരം കമ്പിപ്പാര ഉപയോഗിച്ച് കുത്തിപ്പൊളിച്ച നിലയിലാണ്. കൊടുങ്ങല്ലൂർ അഴീക്കോട് പാലം നിർമ്മാണ തൊഴിലാളിയെ പുഴയിൽ കാണാതായി. മധ്യപ്രദേശ് സ്വദേശി 22 വയസ്സുള്ള തേജ്പാലിനെയാണ് കാണാതായത്. അന്നമനട ഗ്രാമപഞ്ചായത്ത് അങ്കണവാടികൾക്ക് പാചക ഉപകരണങ്ങളും ഫർണിച്ചറുകളും വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മാള തൻകുളം ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു. കിഴക്കേ നടയിലെ ഭണ്ഡാരം കമ്പിപ്പാര ഉപയോഗിച്ച് കുത്തിപ്പൊളിച്ച നിലയിലാണ്. സമീപത്തെ വഴിപാട് കൗണ്ടറിൽ നിന്നും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് മോഷണം നടന്നിരിക്കുന്നത്. പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ ജീവനക്കാരാണ് ഭണ്ഡാരം കുത്തി തുറന്ന നിലയിൽ കണ്ടത്. തുടർന്ന് ദേവസ്വം അധികൃതരെയും പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു. വലിയ തുക നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് നിഗമനം. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കൊടുങ്ങല്ലൂർ അഴീക്കോട് പാലം നിർമ്മാണ തൊഴിലാളിയെ പുഴയിൽ കാണാതായി. മധ്യപ്രദേശ് സ്വദേശി 22 വയസ്സുള്ള തേജ്പാലിനെയാണ് കാണാതായത്. അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണ സ്ഥലത്ത് ഇന്നലെ രാത്രിയിലായിരുന്നു അപകടം. പുഴയിൽ നിർമ്മാണത്തിലിരിക്കുന്ന തൂണിൽ നിന്നും പുഴയിലിറങ്ങി കരയിലേക്ക് നീന്തുന്നതിനിടയിലാണ് ഇയാളെ കാണാതായത്. തീരദേശ പോലീസ് തെരച്ചിൽ നടത്തിവരികയാണ്. അന്നമനട ഗ്രാമപഞ്ചായത്ത് അങ്കണവാടികൾക്ക് പാചക ഉപകരണങ്ങളും ഫർണിച്ചറുകളും വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 31 അങ്കണവാടികളിലേക്കായി 8 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളും ഫർണിച്ചറുകളുമാണ് വിതരണം ചെയ്തത്. സ്ഥിരസമിതി അധ്യക്ഷരായ TK സതീശൻ, മഞ്ജു സതീശൻ, KA ഇക്ബാൽ, ഷീജ നസീർ, TV സുരേഷ് കുമാർ, മോളി വർഗീസ്, ആനി ആൻഡ്രു, ICDS സൂപ്പർവൈസർ ബിജി വേലായുധൻ എന്നിവർ സംസാരിച്ചു. കോവിഡിന് മുമ്പുണ്ടായിരുന്ന KSRTC ബസ് പുതിയ സർവീസുകൾ ആരംഭിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി DYFI SFI സംയുക്തമായി മാള KSRTC ഡിപ്പോയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. CPIM മാള ഏരിയ സെക്രട്ടറി TK സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. അവസാനത്തെ ശ്വാസം വരെ ഞാൻ കമ്മ്യൂണിസ്റ്റായി പ്രവർത്തിക്കും, കമ്മ്യൂണിസത്തിന് വേണ്ടി പ്രവർത്തിക്കും. പക്ഷേ ഈ സർക്കാരിന്റെ ഉത്തരവാദിത്തം കമ്മ്യൂണിസം സമുദായം രൂപപ്പെടുത്തലല്ല. ഭരണത്തിന്റെ പരിമിതിക്കകത്തു നിന്ന് കർഷക മേഖലയിൽ, കർഷക തൊഴിലാളി മേഖലയിൽ ഈ രാജ്യത്തെ നാനാവിധം വരുന്ന ദുർബല ജനവിഭാഗങ്ങൾക്കിടയിൽ ഈ സർക്കാരിന്റെ അധികാര പരിധിയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ആശ്വാസം നൽകുക. SFI മാള ഏരിയ സെക്രട്ടറി ആൻജോ ഷാജൻ അധ്യക്ഷത വഹിച്ചു. C ധനുഷ് കുമാർ, IS അക്ഷയ്, സാന്ദ്ര മോഹൻ, അനന്തു ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാള മേഖല പുത്തഞ്ചിറ യൂണിറ്റിന്റെ 41ാം വാർഷിക സമ്മേളനവും കുടുംബസംഗമവും നടന്നു. അമ്പഴക്കാട് നടന്ന പരിപാടി മേഖലാ പ്രസിഡന്റ് PG കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു വർഷകാലം മാള മേഖലയുടെ എല്ലാ കാര്യങ്ങൾക്കും എന്ത് പരിപാടി നടത്തുമ്പോഴും ഒരുവിധം എന്ത് പരിപാടിക്കും ആളെ കൊണ്ടായാലും എന്ത് സമയവും പുത്തഞ്ചിറ യൂണിറ്റ് നല്ല രീതിയിൽ മാളയെ സഹായിക്കുന്നു. മാള മേഖലയ്ക്ക് പല കാര്യങ്ങൾക്കും പുറമേ പറയുമ്പോൾ പുത്തഞ്ചിറ യൂണിറ്റിലെ പല പ്രോഗ്രാംസും മാള മേഖലയിൽ നമ്മൾ ജില്ലാ ലെവലിലും കാണിക്കാൻ പറ്റുന്ന പ്രോഗ്രാംസ് നടത്തിയിരുന്നത് പുത്തഞ്ചിറ യൂണിറ്റ് എപ്പോഴും വേറിട്ടിരുന്ന രീതിയിലും കഴിഞ്ഞ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് പുത്തഞ്ചിറ യൂണിറ്റിന് പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറി കിട്ടിയത്. ഈ കൊല്ലം അത് കിട്ടാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു. അടുത്ത കൊല്ലം വരുന്ന ഭാരവാഹികളും ഇതേമാതിരി ഈ പോളേട്ടൻ ഈ കോംബോ, അതായത് ഈ 3 പേരുള്ള ഒരു കോംബോ മാതിരി തന്നെ എല്ലാ അടുത്ത വരുന്ന ഭാരവാഹികൾക്കും പ്രവർത്തിക്കുകയാണ്. എന്നാലും നമ്മൾ തുടർച്ചയുണ്ടായാലാണ്. പിന്നെ കാരണം സാധാരണ എല്ലാ യൂണിറ്റുകളും ഞാൻ കുറേ വർഷങ്ങളായിട്ട് മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. അതാണ് നമുക്കറിയാം. ഒരു യൂണിറ്റിൻ്റെ പല യൂണിറ്റിൻ്റെ പ്രശ്നം 1-2 കൊല്ലം ഒരു ഭയങ്കരമായിട്ട് ഉഷാറായി വന്നിട്ടുണ്ട്. പിന്നെ നേരെ അടിയിലേക്ക് പോവാം. പുത്തഞ്ചിറ യൂണിറ്റ് പ്രസിഡന്റ് PJ പോൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ജോസ്, ഡെന്നീസ് കൈതാരത്ത്, വിനോദ് TB, ഷാജു TV, ഷിബു അലോഷ്യസ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി സർഗോത്സവം 2025 പുല്ലൂറ്റ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആരംഭിച്ചു.
കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള വിദ്യാരംഗം കലാസാഹിത്യവേദി കൊടുങ്ങല്ലൂർ ഉപജില്ലയിലെ UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സാഹിത്യ ശില്പശാല പ്രശസ്ത സാഹിത്യകാരൻ ഭരതൻ ഉദ്ഘാടനം ചെയ്തു. ക്രിസ്റ്റൽ രൂപത്തിലാക്കി അതിന്റെ ക്രിസ്റ്റലുകൾ പരിശോധിച്ചപ്പോൾ അതിശയകരമായ രീതിയിലാണ് ആ ക്രിസ്റ്റലുകൾ അതിമനോഹരമായ പൂക്കളം ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ വളരെ ക്രമീകരിച്ച് വളരെ മനോഹരമായ ക്രിസ്റ്റലുകളാണ് കാണുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങളൊരു കഥ എഴുതുമ്പോൾ, ഒരു കവിത ആലപിക്കുമ്പോൾ, ഒരു ചിത്രം വരയ്ക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ 70% ജലവും അതിൽ മാറ്റം ഉണ്ടാവില്ല. ഹൈസ്കൂൾ വിഭാഗം സാഹിത്യ സെമിനാർ അവതരണത്തിൽ ജില്ലാ തലത്തിൽ 1ാം സ്ഥാനം നേടിയ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ KP അനുയയെ മൊമെന്റോ നൽകി ആദരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ബിനു അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് മണി, നാടക പ്രവർത്തകൻ ആദിത്യൻ കാതിക്കോട്, CJ ദാമു, സിനിമോൾ, അനീസ് മുഹമ്മദ്, കോർഡിനേറ്റർ NH സാംസൺ എന്നിവർ സംസാരിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദി ഉപജില്ല കഥ, കവിതാരചന, അഭിനയം, ചിത്രരചന, നാടൻപാട്ട്, കാവ്യാലാപനം, പുസ്തകാസ്വാദനം എന്നീ മേഖലകളിലായി കൊടുങ്ങല്ലൂർ ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 350 കുട്ടികളാണ് പുല്ലൂറ്റ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കുന്നത്. വിവിധ മേഖലകളിൽ പ്രശസ്തരായ റിസോഴ്സ് പേഴ്സൺമാരാണ് ശില്പശാലയ്ക്ക് നേതൃത്വം നൽകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. മാള തൻകുളം ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു. കിഴക്കേ നടയിലെ ഭണ്ഡാരം കമ്പിപ്പാര ഉപയോഗിച്ച് കുത്തിപ്പൊളിച്ച നിലയിലാണ്. കൊടുങ്ങല്ലൂർ അഴീക്കോട് പാലം നിർമ്മാണ തൊഴിലാളിയെ പുഴയിൽ കാണാതായി. മധ്യപ്രദേശ് സ്വദേശി 22 വയസ്സുള്ള തേജ്പാലിനെയാണ് കാണാതായത്. അന്നമനട ഗ്രാമപഞ്ചായത്ത് അങ്കണവാടികൾക്ക് പാചക ഉപകരണങ്ങളും ഫർണിച്ചറുകളും വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.